ഹായ് ഫ്രണ്ട്സ്, സിക്കാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്നൊരു ചെറിയ എപ്പിസോഡാണ് ചെയ്യുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾക്കെല്ലാം ഇവിടെ ഇരുന്ന് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഒരു പുഡിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാരമൽ പുഡിങ്. വളരെ 3 ഇൻഗ്രീഡിയൻസ് മതി. പഞ്ചസാരയും കാരമലിൻ്റെ പൗഡറും പാലും. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിരുന്നപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു പുഡിങ്, അത് വീഡിയോ കണ്ടിട്ടാണ് പുഡിങ് വേണമെന്ന് പറഞ്ഞത്. അപ്പം ഏറ്റവും എളുപ്പത്തിലുള്ളൊരു പുഡിങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ. വളരെ ചുരുക്കം സാധനങ്ങൾ മതി. വീട്ടിൽപ്പെട്ട അടുത്ത ഗ്രോസറി വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അതിൻ്റെ കാരമലിൻ്റെ ഫ്ലോറും അതിൻ്റെ കാരമലൈസ് ചെയ്ത ഷുഗറും കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ലോങ് ലൈഫ് മിൽക്ക് ഇരിപ്പുണ്ടായിരുന്നു. ലോങ് ലൈഫ് മിൽക്ക്, അപ്പോൾ അതായത് 1 കപ്പ് പാലെടുക്കുക. ലോങ് ലൈഫ് മിൽക്കാണ്. 1 കപ്പ് കറക്റ്റ്. ഈ കപ്പിന് 1 കപ്പ്. സാധാരണ മെഷറിംഗ് കപ്പല്ല, നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് 180 ml എന്ന് കൂട്ടാം. അതിനൊരു കപ്പ് പാലെടുക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ കറക്റ്റ് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു. പാൽ ചൂടാവുന്നതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് മധുരം. ഈ 1 കപ്പിന് ഒരു 3 സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 4 5 ഇട്ടാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പാലൊന്ന് അലക്കാൻ വേണ്ടി പതുക്കെ നിളയിൽ കൊടുക്കുന്നു. തിളച്ചു തുടങ്ങി. 1 കപ്പല്ലേ ഉള്ളൂ, നല്ല ചൂടുള്ള ഗ്യാസാണ്. തിളച്ചു തുടങ്ങി. ആ പുഡിങ്ങിൻ്റെ ഫ്ലോർ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന അത് തന്നെ, അത് ആ കപ്പിലേക്ക്, നമ്മൾ ആ പാലെടുത്ത കപ്പിലേക്ക് തന്നെ ഇട്ടു. കുറച്ച് പാല്, അതൊന്ന് ഡിസോൾവ് ആവാനായിട്ടുള്ള പാല്, ഒരു 1/4 കപ്പ് പാലൊഴിച്ച് ആ സ്പൂണിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി. പാല് തിളയ്ക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന പാലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ കസ്റ്റാർഡ്, ശരിക്കും ഇത് കസ്റ്റാർഡാണ്, അതൊന്ന് തിക്കായി വരും. അതൊക്കെ ഇളക്കിയാൽ മതി. ഒന്ന് തിക്കായി വരും. ഇപ്പം തന്നെ ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഒരു ഈ പരുവം. അപ്പോൾ അതൊന്ന് തിക്കായി വരുമ്പോൾ തീ നമ്മൾ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് ആ കാരമലൈസ് ചെയ്ത ഷുഗർ നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഹാർഡായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. സ്പൂൺ വെച്ചൊന്ന് നിരത്തി നമ്മൾ ആ മിക്സ് ചെയ്ത മിക്സർ ആ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേതായാലും അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒരു 1/2 hour ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ ഞാനതപ്പോൾ കട്ട് ചെയ്യുകയാണേ. നല്ല
ഉണ്ണി പറഞ്ഞ് സോഫ്റ്റ് ആയിരിക്കണം, അതുകൊണ്ട് സോഫ്റ്റായിട്ട് കട്ട് ചെയ്യുന്നു. ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് നമ്മളത് സെർവ് ചെയ്യുന്നു. ആഹാ,